വിശുദ്ധ യോസഫ് പിതാവ് സ്വപ്നത്താലും നയിക്കപ്പെട്ട പിതാവാണ്. യോസഫ് പിതാവിന് ഒത്തിരി വിശേഷണങ്ങളുണ്ട്. തിരുക്കുടുംബത്തിന്റെ കാവൽക്കാരൻ എന്നുള്ള നിലയിൽ, യേശുവിന്റെ വളർത്തുപിതാവ് എന്നുള്ള നിലയിൽ, കന്യകാമാതാവിന് സ്നേഹവും സംരക്ഷണവും നൽകിയ വ്യക്തി എന്നുള്ള നിലയിൽ വലിയ ഒരു സ്ഥാനം യോസഫ് പിതാവ്. യോസഫ് പിതാവ് ദൈവത്തിന്റെ അരുളപ്പാടിലെ ദർശനമനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ച ആളാണ്. ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചതുപോലെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ ഭാര്യയായ പരിശുദ്ധ മറിയം ഗർഭവതിയായി കടത്തും. യോസഫ് പിതാവ് നീതിമാനാകയാല് അവളെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിക്കുക. എന്നാൽ ദൈവദൂതന്റെ സ്വപ്ന ദർശനം അനുസരിച്ച് പരിശുദ്ധയമ്മ ഗർഭവതിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. യോസഫ് പറഞ്ഞു, യോസഫെ നീ ശങ്കിക്കേണ്ട. അപ്പോൾ ആ സ്വപ്ന ദർശനം അനുസരിച്ച് പരിശുദ്ധ മറിയത്തെ ഭാര്യയായി സ്വീകരിച്ചു. പിന്നീട് യോസഫ് പിതാവിന്റെ ജീവിതം എന്ന് പറയുന്നത് ഈ കുടുംബത്തിന്റെ സംരക്ഷണമാണ്. പക്ഷേ യോസഫ് പിതാവിനെ പറ്റി പാത്രീസ് കോർദെ പിതാവിന്റെ ഹൃദയത്തോടുള്ള അപ്പസ്തോലിക ലേഖനം പോപ്പ് ഫ്രാൻസിസ് എഴുതിയുണ്ടായി. അപ്പോൾ എല്ലാ പിതാക്കന്മാരുടെ ഒരു മാതൃകയും മധ്യസ്ഥനുമാണ് യോസഫ് പിതാവ്. കാരണം ഒരു കുടുംബം അന്വേഷിക്കണമെങ്കിൽ, കുടുംബത്തെ പുലർത്തണമെങ്കിൽ വലിയ ത്യാഗങ്ങൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഉണ്ണിയേശുവിനെ രക്ഷിക്കാൻ വേണ്ടി വിദൂരമായ ഈജിപ്ത് ദേശത്തേക്ക് യാത്ര ചെയ്തു. നമ്മുടെ കുടിയേറ്റ പിതാക്കന്മാര് വാഗ്ദാന ഭൂമി, സ്വപ്നഭൂമി എന്നാണ് നമ്മുടെ പുസ്തകം എഴുതിയ ഗ്രന്ഥകാരൻ പഴയ പറമ്പിലച്ഛന് സ്വപ്നഭൂമിയിൽ, ആ പുസ്തകത്തിന്റെ പേര് സ്വപ്നഭൂമി. അപ്പൊ ഈ സ്വപ്നഭൂമിയിലേക്ക് കുടിയേറിയത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വീടൊന്നും ഉണ്ടായിരുന്നില്ല. സ്ഥലങ്ങൾ വാങ്ങി താൽക്കാലിക കുടിലുകളൊക്കെ വെച്ച് 5, 8, 10 ഉള്ള മക്കളെയൊക്കെ അവരെ പോറ്റാൻ വേണ്ടി അധ്വാനിച്ച് കഷ്ടപ്പെട്ടു. അത് അവിടെ എല്ലാവർക്കും മാതൃകയാണ് യോസഫ് പിതാവ്. ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് ജീവിതം പണിതീർത്തി മക്കളെയൊക്കെ വളർത്തി. ഇവിടെ ആദ്യ കുടിയേറ്റ പിതാക്കന്മാര് അവര് തളരാതെ ആ കുടുംബത്തെയും മക്കളെയും സ്നേഹിച്ചു, അവരെ വളർത്തി വലുതാക്കി. അതാണ് കുടിയേറ്റത്തിന്റെ ഇതിഹാസ ചരിത്രം എന്ന് പറയുന്നത്. വള്ളപ്പള്ളി പിതാവ് 1953 ഡിസംബർ 31 രൂപത സ്ഥാപിച്ചു. അത് കഴിഞ്ഞിട്ട് മാർച്ച് 19 ഈ ദിവസമാണ് പിതാവ് നമ്മുടെ രൂപതയുടെ സാരഥിയായിട്ട് മലബാറിലേക്ക് വരുന്നത്. യോസഫ് പിതാവ് ഈജിപ്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഭവനമുണ്ടായിരുന്നില്ല, കണ്ടുപിടിക്കേണ്ടിയിരുന്നു. കുടിയേറ്റ പിതാക്കന്മാർക്ക് ചിലർക്കൊക്കെ കാണും, വേറെ പലർക്കും ഭവനമുണ്ടായിരുന്നില്ല. സ്വന്തമായിട്ട് എവിടെയെങ്കിലും താമസിച്ചുകൊണ്ട് താൽക്കാലികമായിട്ടുള്ള ഭവനങ്ങൾ പണിതുയർത്തി എങ്ങനെയാ ജീവിതം പടുത്തുയർത്തിയത്. ഇന്നത്തെ തലമുറയ്ക്ക് ടാക്സ് ഒക്കെ ഇട്ട വീടുകളുള്ള ഇന്നത്തെ തലമുറയ്ക്ക് ഇന്നത്തെ കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല. പിതാവ് വന്നപ്പോഴും തലശ്ശേരിയിൽ ഒരു വാർഡ്, അവിടെ കോഴിക്കോടുകാരുടെ പള്ളിമുറിയിൽ ഒരു മുറി തരപ്പെട്ടു. അവിടെ താമസിച്ചുകൊണ്ടാണ് രൂപതയുടെ കാര്യങ്ങൾ. അന്ന് 70,000 വിശ്വാസികള്, പള്ളികൾ 27 പള്ളികൾ എന്ന് പറയാൻ ഇതുപോലെ പണിത പള്ളികളൊന്നുമില്ല, ഷെഡുകളൊക്കെ ഉള്ള പോലെയുള്ള പള്ളികളാണ്. അങ്ങനെയുള്ള ഒരു 27 പള്ളികള്, 70,000 വിശ്വാസികള്. സൗകര്യങ്ങളില്ലായിരുന്നായി മലബാറിന്റെ അങ്ങ് മണ്ണാർക്കാട് മുതൽ നമ്മുടെ കാസർഗോഡ് ജില്ല മാത്രമല്ല, പിന്നെ ബാക്കി കുടിയേറ്റ പ്രദേശങ്ങൾ, സൗത്ത് ക്യാനറ, ഭദ്രാവതി, ഷിമോഗ, ഇതെല്ലാം കൂടി ഒരു വലിയ പ്രദേശം. ഇതിന്റെ സാരഥിയായിട്ടാണ് കുടിയേറ്റ മക്കളുടെ എല്ലാ ആത്മീയ കാര്യങ്ങളും ഭൗതിക കാര്യങ്ങളും ഒക്കെ അന്വേഷിക്കുന്നതിന് വേണ്ടി പിതാവ് ഇവിടെ കടന്നു വന്നത്. പിതാവ് രൂപതയ്ക്ക് മധ്യസ്ഥനായിട്ട് തെരഞ്ഞെടുത്ത യോസഫ് പിതാവിനെ കൂട്ടുപിടിച്ചാൽ എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് പിതാവിന് അറിയാം. അതുകൊണ്ട് അരമനയുടെ മുറ്റത്തും
ഫ്രണ്ടിലും അതുപോലെ കത്തീഡ്രലിന്റെ ഫ്രണ്ടിലും ഒക്കെ പിതാവ് സ്ഥാപിച്ച സ്ഥാപനങ്ങളുടെ എല്ലാം പേര് വിശുദ്ധ യോസഫിന്റെ നാമധേയത്തിലാണ്, സെന്റ് ജോസഫ്സ്. അതുകൊണ്ട് കുറവില്ലാതെ 20 പടുത്തുയർത്താനായിട്ട് പിതാവിന് കഴിഞ്ഞു. യോസഫ് പിതാവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് എല്ലാവരും കൂടെ പഴയ പറമ്പിലെത്തിട്ട് നടുവിലേക്കൊണ്ടിരിക്കുന്നത് 2 അച്ഛന്മാരെ കൂട്ടിയിട്ടാണ് ഭാരതപ്പുഴ കഴിയുമ്പോഴാണ് വലവാറ് തുടങ്ങുന്നത്. അന്ന് പിതാവ് ഒരിക്കലും അതിന് മുമ്പൂടെ വന്നിട്ടില്ല. കോഴിക്കോട് രൂപയുടെ പിതാവ് പത്രോണി പിതാവായിരുന്നു. പത്രോണി പിതാവ് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു കൊടുത്തു. അവിടുത്തെ അരമനയിൽ ഞാനവിടെ പോയിട്ടുണ്ട്, അവിടെ ഭിത്തിയിൽ അനുഭവിച്ചിട്ടുണ്ട്. അന്നുണ്ടായിരുന്ന കോഴിക്കോട് രൂപതയിൽ നിന്ന് നമുക്ക് ലഭിച്ച പള്ളികളുടെ എല്ലാം പേര് ഇവിടെ കുറിച്ചു വെച്ചിട്ടുണ്ട്. അതൊരു 4 പള്ളിയിൽ ഞാൻ ഉണ്ടായിരുന്നതാണ്. പിയൂസ് 9 മാർപ്പാപ്പ പറഞ്ഞു, വിശുദ്ധ യോസഫ് സാർവത്രിക സഭയുടെ മധ്യസ്ഥനാണ്. സാർവത്രിക സഭയുടെ മധ്യസ്ഥനാണ്. തിരുക്കുടുംബത്തിന്റെ മധ്യസ്ഥൻ മാത്രമല്ല, ഈശോയുടെ തുടർച്ചയാണ് സഭ. സഭയുടെ മധ്യസ്ഥനാണ് യോസഫ് പിതാവ് എന്നാണ് പിയൂസ് 9 പറയുന്നത്. പയസ് 12 തൊഴിലാളികളുടെ മധ്യസ്ഥനെന്ന് പറയുന്നുണ്ട്. ജോൺ പോൾ 2 മാർപ്പാപ്പ രക്ഷകന്റെ പാലകനെന്നാണ്, ഗാർഡിയൻ ഓഫ് ദ റിഡീമർ. അദ്ദേഹത്തിന്റെ ചാക്കലെങ്ങനെയാണ് രക്ഷകന്റെ പാലകൻ. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി അവതരിച്ച യേശുവിന്റെ പാലകൻ, വളർത്തുപിതാവ്. വാത്സല്യനിധിയായ പിതാവ്, മറിയത്തിന്റെ ജീവിത പങ്കാളി, യേശുവിന്റെ വളർത്തുപിതാവ് തുടങ്ങിയ നാമധേയങ്ങളിലാണ് നമ്മൾ വിശുദ്ധ യോസേപ്പിനെ അനുസ്മരിക്കുന്നത്. നമ്മുടെ നിരവധി സ്ഥാപനങ്ങളും പള്ളികളും ഒക്കെ യോസഫ് പിതാവിന്റെ പേരുണ്ട്. നമ്മുടെ അതിരൂപാധ്യക്ഷനായ ജോസഫ് പാപ്പാന് യോസഫ് പിതാവിന്റെ നാമം. ഇവിടെയുള്ള വൈദികരിൽ 80 പേര് യോസഫ് പിതാവിന്റെ നാമധേയം വഹിക്കുന്നവരാണ്. യാക്കോബിന്റെ 12 മക്കളില് ജോസഫ് നമുക്കറിയാം. ജോസഫിനെ ബാക്കി മക്കള് തമ്മിലുള്ള കലഹം കാരണം, മാത്രമല്ല പിതാവിന് ചെറിയ മകനായ ജോസഫിനോട് യാക്കോബിന് പ്രത്യേകമായ സ്നേഹമുണ്ടായിരുന്നു, പ്രത്യേക പരിഗണനയുണ്ടായിരുന്നു. അതിന്റെ വിദ്വേഷം തീർക്കാൻ വേണ്ടി ജോസഫിനെ ഈജിപ്തിലേക്ക് പോയ ആളുകൾക്ക് വിറ്റു, കച്ചവടക്കാർക്ക് വിറ്റു. ജോസഫ് അവിടെ ചെന്ന് പ്രമാണിയായി തീർന്നു. വലിയ ക്ഷാമമുണ്ടായി. അപ്പോൾ ധാന്യങ്ങളിലേക്ക് കലവറക്കാരനായിട്ട് ജോസഫിനെ ഫറവോ രാജാവ് നിയമിക്കുകയാണ്. അത് കഴിഞ്ഞ് ജോസഫിന്റെ അടുത്തേക്ക് അദ്ദേഹത്തിന്റെ സഹോദരന്മാരെ യാക്കോബ് പറഞ്ഞയക്കുക. ആ സംഭവമൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ ജോസഫിന്റെ അടുത്തേക്കാണ് ബാക്കി സഹോദരങ്ങളെ പിതാവ് യാക്കോബ് അയക്കുന്നത്. അവിടെ ചെന്നാൽ ജോസഫ് സഹായിക്കുമെന്നുള്ള ചിന്ത ധാന്യം വാങ്ങാനായിട്ട് പോയതാണ്. സങ്കീർത്തനം 103 പതിയപ്പെട്ട് പിതാവിന് മക്കളോടെന്ന പോലെ കർത്താവിന് തന്റെ ഭക്തരോട് അലിവ് തോന്നുന്നു. പിതാവിന് മക്കൾ, നല്ല പിതാക്കന്മാർക്ക് മക്കളോട് സ്നേഹമുണ്ട്. അതുപോലെ കർത്താവ് തന്റെ ഭക്തരോട് കാരുണ്യം കാണിക്കുന്നു, അലിവ് കാണിക്കുന്നു എന്നാണ് 103 സങ്കീർത്തനം 13 വാക്യത്തിൽ പറയുന്നത്. ആദ്യത്തെ സ്നേഹമുള്ള ഒരു പിതാവാണ്. എന്തുകൊണ്ടാണ് ഈജിപ്തിലേക്ക് പോകാനായിട്ട് കാരണം? ഒരു രാജാവായിട്ട് ബെത്ലഹേമിൽ ദിവ്യുണ്ണി പൂജാതനായി എന്ന് അറിഞ്ഞപ്പോൾ പൂജാരാജാക്കന്മാർ കൊട്ടാരത്തിൽ പ്രവേശിച്ചു. അവിടെ ചെന്നിട്ട് ഇത് മനസ്സിലാക്കി. അതുകൊണ്ട് ബെത്ലഹേമിൽ ചുറ്റുപാടുമുള്ള കുഞ്ഞിപ്പൈതങ്ങളെ കൊല്ലിച്ചു. കാരണം ഒരു വിധത്തിലും തനിക്ക് വിരോധിയായിട്ട്, തനിക്ക് എതിരാളിയായിട്ട് ഒരു രാജാവ് ജീവിക്കാനായിട്ട് ഉള്ള യാതൊരു സാഹചര്യവും അനുവദിച്ചു കൂടാ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ക്രൂരനായ ഹെറോദോസ് രാജാവ് കുഞ്ഞിപ്പൈതങ്ങളെ കൊല ചെയ്തത് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവഹിതത്തിന് സദാ കീഴ്വഴങ്ങിയ പിതാവാണ്. സ്വപ്നത്തിലെ ദൈവദർശനം അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശ്രമിക്കാനുള്ള നിർബന്ധിയായിട്ട് പരിശുദ്ധാത്മാവിൽ നിന്നാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ തിരുക്കുടുംബത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് ത്യാഗം ചെയ്ത് തച്ചന്റെ പണിയെടുത്തുകൊണ്ട് തിരുക്കുടുംബത്തെ പോറ്റിയ
വ്യക്തി എന്നുള്ള നിലയിൽ പ്രത്യേകമായിട്ട് എല്ലാ പിതാക്കന്മാരുടെയും മധ്യസ്ഥനാണ്. ഇവിടെ കുടിയേറ്റ നാളുകളിൽ പ്രത്യേകിച്ച് ഇന്ന് കുറെ അമ്മമാർക്കെല്ലാം ജോലിയുണ്ടെന്ന് അധ്വാനിച്ച് കൃഷിയെടുത്ത് മണ്ണിൽ പണിയെടുത്താണ് കുടുംബത്തെ പിതാക്കന്മാര് പുലർത്തുന്നത്. കാർഷിക സംസ്കാരമായിരുന്നു നമുക്ക്. ജോലിയുടെ സംസ്കാരം വന്നു കഴിഞ്ഞപ്പോൾ ഭാര്യമാരും ജോലി ചെയ്യുന്നവരായിട്ട് അവർ ശമ്പളം കിട്ടി. അങ്ങനെ ഇപ്പൊ രണ്ടു കൂട്ടരും കൂടെയാണ് സാമ്പത്തിക കാര്യങ്ങൾ. പക്ഷേ അന്ന് 8ഉം 10ഉം മക്കളുള്ള കാലഘട്ടത്തിൽ ഈ മക്കളെയൊക്കെ വളർത്തിയതിന് അധ്വാനിച്ച് ഉയർപ്പൊഴുക്കി കഷ്ടപ്പെടുന്ന പിതാക്കന്മാരാണ്. അപ്പൊ പിതാക്കന്മാരുടെ സ്നേഹത്തെയും അധ്വാനത്തെയും ഒന്നും മക്കൾക്കും ഭാര്യയ്ക്കും ഒന്നും മറക്കാൻ കഴിയേണ്ടതല്ല, ഒരിക്കലും മറക്കാൻ പാടില്ല. കുടിയേറ്റക്കാരുടെ പിതാവാണ് വിശുദ്ധ യൂസഫ് പിതാവ്. അതുപോലെ എല്ലാവരുടെയും മധ്യസ്ഥനാണ്. ദരിദ്രരുടെ മധ്യസ്ഥനാണ്, ഭവനമില്ലാത്തവരുടെ മധ്യസ്ഥനാണ്, കഷ്ടപ്പെടുന്നവരുടെ മധ്യസ്ഥനാണ്, മരണാസന്നരുടെ മധ്യസ്ഥനാണ്, അപരിചിതരായിട്ടുള്ള ആളുകളുടെ മധ്യസ്ഥനാണ്, തടവുകാരുടെ മധ്യസ്ഥനാണ്, പ്രവാസികളുടെ മധ്യസ്ഥനാണ്. ഇങ്ങനെ വിവിധ രീതിയിൽ യൂസഫ് പിതാവിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇന്ന് വിശുദ്ധ യൂസഫ് പിതാവിന് മരണത്തിരുന്നാണ്. എല്ലാ മനുഷ്യർക്കും മരണമുണ്ട്. ജനനം മുതലും മരണം വരെയുള്ള ഒരു കാലഘട്ടമാണ് നമ്മുടെ ഇഹലോകത്തിലെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത്. ഭൗതിക ജീവിതത്തിന്റെ പരിസമാപ്തിയും നിത്യജീവിതത്തിന്റെ ആരംഭം കുറിക്കലുമാണ് മരണം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും മരണവിധേയരാണ്. യൂസഫ് പിതാവ് മരിച്ചു. മരണസമയത്ത് യൂസഫ് പിതാവിന്റെ കൂടെ ഉണ്ടായിരുന്നത് പരിശുദ്ധ കന്യകാമറിയം ഉണ്ടായിരുന്നു. രക്ഷകനായ യുവാവായ യേശുണ്ട്. അപ്പൊ അവരുടെ തിരുസാന്നിധ്യത്തിലാണ് ജലോകവാസം വെടിഞ്ഞത്. അതുകൊണ്ട് സന്മരണത്തിന്റെ നല്ല മരണത്തിന്റെ മധ്യസ്ഥനാണ് വിശുദ്ധ യൂസഫ് പിതാവ്. തൊഴിലാളികളുടെ മധ്യസ്ഥനാണ്. കാരണം പച്ചന്റെ പണിയെടുത്ത് അധ്വാനിച്ചാണ് ഒരു കുടുംബത്തെ പോറ്റിയത്. അതുകൊണ്ട് എല്ലാ തൊഴിലാളിയും മധ്യസ്ഥനാണ്. റേലിൽ നൊവാരും എന്നുള്ള ചാക്രി ലേഖനം ലയോപതി മാർപ്പാപ്പ എഴുതി. അത് തൊഴിലാളികൾ അവർക്കുള്ള അടിസ്ഥാനപരമായിട്ട് ന്യായമായിട്ടുള്ള വേതനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, തൊഴിൽ സംസ്കാരത്തെ പറ്റി അവരോട് ന്യായമായിട്ട് നീതിയായിട്ട് പെരുമാറേണ്ടതിനെ പറ്റിയൊക്കെ ചാക്രി ലേഖനത്തിൽ ലയോപതി മാർപ്പാപ്പ പ്രതിപാദിക്കുന്നുണ്ട്. സ്വർഗീയ പിതാവിന്റെ നിഴലായി ജീവിച്ച പിതാവാണ് യൂസഫ് പിതാവ്. പിതാക്കന്മാരുടെ സ്നേഹം ലഭിക്കാത്ത കുട്ടികൾ വളർന്നു വരേണ്ടത് മാതാപിതാക്കളുടെ സ്നേഹം അനുഭവിച്ചാണ്. ആ സ്നേഹം ലഭിച്ചില്ലെങ്കിൽ കുട്ടികളുടെ വളർച്ചയിൽ താളപ്പിഴകൾ ഉണ്ടാകും. പല കുട്ടികളും പണ്ടുകാലത്ത് പുറപ്പെട്ടു പോകാനായിട്ടുള്ളൊരു കാരണം കുടുംബത്തിലെ സ്നേഹത്തിന്റെ അന്തരീക്ഷത്തിന്റെ കുറവാണ്. അപ്പോൾ അങ്ങനെ കുട്ടികളെ സ്നേഹത്തിൽ വളർത്തേണ്ട പ്രത്യേകമായിട്ടുള്ള ദൗത്യം മാതാപിതാക്കൾക്ക് ഉണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ അനുസ്മരിക്കുക. പിന്നെ സ്നേഹം ലഭിക്കാത്ത കുട്ടികൾ, ഹിറ്റ്ലറുടെ കാര്യം, ഹിറ്റ്ലർ ലക്ഷക്കണക്കിന് ആളുകളെ കൊല ചെയ്തു. ഹിറ്റ്ലറിന്റെ അമ്മ രണ്ടാമത് കല്യാണം കഴിച്ചു. രണ്ടാമത്തെ അപ്പൻ ക്രൂരമായിട്ട് മർദ്ദിക്കുമായിരുന്നു. അങ്ങനെ ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി വളർന്നു വന്ന ബാലനായ ഹിറ്റ്ലർ അപ്പൊ സർവ്വാധികാരികളോടും പിതാവിനോടുള്ള വിദ്വേഷം സർവ്വരോടും തീർത്തു. അതുകൊണ്ട് യഹൂദന്മാരുടെ വിദ്വേഷം കയറി. അതുകൊണ്ട് 70 ലക്ഷം യഹൂദന്മാരെ ആണ് അതിക്രൂരമായിട്ട്. അപ്പോൾ അവിടെ ആളുകളെ എല്ലാം സംഘടിപ്പിച്ചു പറഞ്ഞു, ഏരിയൻ വംശക്കാരാണ് ഏറ്റവും ഉയർന്ന ജാതി. അതുകൊണ്ട് ഏരിയൻ വംശമില്ലാത്ത ഇവരെ ഒന്നും ജീവിക്കാനായിട്ട് അർഹതയില്ല. അങ്ങനെ അതിനു വേണ്ടിയിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് പ്രത്യേകമായ സജ്ജീകരണങ്ങൾ ചെയ്തു. ഇതിന്റെ അടിസ്ഥാന കാരണം കുടുംബത്തിൽ സ്നേഹം ലഭിച്ചില്ല എന്നുള്ളതാണ്. യൂസഫ് പിതാവിന്റെ തിരുനാൾ നമ്മൾ ആചരിക്കുന്ന സുദിനമാണ്. യൂസഫ് പിതാവ് നമ്മുടെ കുടുംബങ്ങളുടെയും മധ്യസ്ഥനാണ്. നമുക്കെല്ലാവർക്കും മാതൃകയാണ്. തിരുകുടുംബത്തിലെ ബാലകൻ എന്നുള്ള നിലയിൽ, ഉണ്ണീഷിനെ വളർത്തുപിതാവ് എന്നുള്ള നിലയിൽ നമ്മുടെ കുടുംബങ്ങളുടെ യൂസഫ് പിതാവിന്റെ സംരക്ഷണം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും യൂസഫ് പിതാവിന്റെ മാധ്യസ്ഥത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കുടുംബങ്ങളുടെ നന്മയ്ക്ക് ആവശ്യമാണ്. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം. രക്ഷകന്റെ കാവൽക്കാരനും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ
പങ്കാളിയുമായ യേശുപിതാവേ സ്വസ്തി. ദൈവം തന്റെ ഏകപുത്രനെ അങ്ങയെ ഫലമേൽപ്പിച്ചുവല്ലോ. മറിയം അങ്ങയെ ആശ്രയിച്ചു. അങ്ങയോടൊപ്പം ക്രിസ്തു മനുഷ്യനായി തീർന്നു. ജീവിത പാതയിൽ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങൾക്ക് പിതാവായിരിക്കണമേ. കൃപയും കരുണയും ആത്മധൈര്യവും മിശിഹായിൽ നേടിത്തരണമേ. തിന്മകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും